ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം, TCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ക്രൈസ്തവ സമുദായത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് അവഗണിക്കുന്നതിനെതിരെ തൃശൂർ അതിരൂപത രംഗത്ത്. സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താത്ത പക്ഷം ബദൽ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അതിരൂപത ജാഗ്രതാ സമിതി. SSLC +1 പരീക്ഷകൾ വ്യാഴാഴ്ച തുടങ്ങും. ജില്ലയിൽ SSLC പരീക്ഷ എഴുതുന്നത് 35,083 പേർ. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ രാജിവെച്ചു. AV ഗോപിനാഥ് ദേവസ്വം ചെയർമാനായേക്കും. തൃശൂർ കോർപ്പറേഷൻ സംഘടിപ്പിച്ച അദാലത്തിൽ ആദ്യ പരാതിയുമായി ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ. തനിക്ക് പത്മശ്രീ പോലും നേടിത്തന്ന കോർപ്പറേഷൻ സ്റ്റേഡിയം കുട്ടികൾക്ക് കളിക്കാനായി വിട്ടുകൊടുക്കണമെന്ന് IM വിജയൻ. സർക്കാർ ജീവനക്കാർക്ക് മുൻകാല DA കുടിശ്ശിക ഗഡുക്കളായി അടുത്ത വർഷം കൊടുത്തു തീർക്കുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. ഇത് സംബന്ധിച്ച ഉത്തരവിൽ ഒപ്പുവെച്ചുവെന്നും മന്ത്രി. വെരിക്കോസ് വെയിൻ രോഗത്തിന് ചികിത്സ തേടി ഗൃഹനാഥന് കാൽ നഷ്ടപ്പെട്ടു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റുള്ള ചികിത്സാ കേന്ദ്രത്തിനെതിരെ പോലീസ് കേസ്. വിശദമായ വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സമുദായത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് അവഗണിക്കുന്നതിനെതിരെ തൃശൂർ അതിരൂപത പ്രതിഷേധവുമായി രംഗത്ത്. അതിരൂപതയുടെ പരിധിയിൽപ്പെട്ട തൃശൂർ, മണലൂർ, ഒല്ലൂർ മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീന ശക്തിയായ ക്രൈസ്തവ സമുദായത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവഗണിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് തൃശൂർ അതിരൂപത ജാഗ്രതാ സമിതി യോഗം ചൂണ്ടിക്കാട്ടി. സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താത്ത പക്ഷം ബദൽ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് രൂപത ഡയറക്ടർ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, PRO ഫാദർ സിംസൺ ചിറമൽ, പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ ജോബി കാക്കശ്ശേരി, പബ്ലിക് റിലേഷൻ പ്രസിഡന്റ് ജോർജ് ചിറമൽ എന്നിവർ സംസാരിച്ചു. SSLC +1 പരീക്ഷ വ്യാഴാഴ്ച തുടങ്ങും. സംസ്ഥാനത്ത് 4,17,497 വിദ്യാർത്ഥികൾ SSLC പരീക്ഷയും 4,11,025 പേർ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷയും 4,52,437 വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷയും എഴുതുന്നു. SSLC പരീക്ഷ 30-നും +1 പരീക്ഷ 27-നും +2 പരീക്ഷ 28-നും അവസാനിക്കും. ജില്ലയിൽ 35,083 പേരാണ് SSLC പരീക്ഷ എഴുതുന്നത്. SSLC പരീക്ഷ രാവിലെയും ഹയർ സെക്കൻഡറി പരീക്ഷ ഉച്ചയ്ക്കുമാണ് നടക്കുക. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതുന്നത്. മതിലകം സെന്റ് ജോസഫ് സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത്. 585 പേർ ഇവിടെ പരീക്ഷ എഴുതുന്നു. ഏറ്റവും കുറവ് പരീക്ഷ എഴുതുന്നത് കാട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 5 വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതുക. ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ചോദ്യപേപ്പറിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ കൈറ്റിന്റെ ക്യൂ ട്രാക്ക് തയ്യാറായി. ചോദ്യക്കടലാസ് പാക്കറ്റ് തുറക്കുന്നത് മുതൽ മൂല്യനിർണ്ണയ ക്യാമ്പ് വരെയുള്ള കാര്യങ്ങളിൽ സുരക്ഷയും സുതാര്യതയും കൃത്യതയും ഉറപ്പുവരുത്തുന്നതിനാണ് നടപടി. ചോദ്യപേപ്പർ പാക്കറ്റ് മാറി തുറക്കുന്നത് ഒഴിവാക്കാനാണ് ആദ്യമായി ഈ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. പരീക്ഷ തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് ചോദ്യപേപ്പർ പാക്കറ്റിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യണം. അതാത് ദിവസത്തെ ശരിയായ പാക്കറ്റ് ആണെങ്കിൽ മാത്രം വെരിഫൈ എന്ന് പച്ച നിറത്തിൽ തെളിയും. തെറ്റാണെങ്കിൽ ചുവന്ന നിറത്തിൽ എറർ എന്ന് കാണിക്കും. ഈ സ്കാനിംഗ് നടത്തുന്നതിന്റെ ഫലം പരീക്ഷാഭവനിൽ ലഭിക്കും. എല്ലാ പാക്കറ്റും ശരിയായി തുറന്നാൽ ആ വിവരവും നൽകണം. പരീക്ഷയിൽ എന്തെങ്കിലും ക്രമക്കേട് പിടിക്കപ്പെട്ടാൽ ആ വിവരവും പരീക്ഷാ ചീഫോ ഡെപ്യൂട്ടി ചീഫോ റിമാർക്ക് കോളത്തിൽ വിശദീകരിക്കണം. കൂടാതെ ഉത്തരക്കടലാസ് പാക്ക് ചെയ്ത് അതിന്റെ എണ്ണവും തൂക്കവും പരീക്ഷാഭവനിലേക്ക് അയച്ച സമയവും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഈ ആപ്പ് വഴി നൽകണം. എല്ലാ ഹയർ സെക്കൻഡറി മേഖല ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കും സംസ്ഥാന തലത്തിലും നിരീക്ഷിക്കാനുള്ള സംവിധാനവും ആപ്പിലുണ്ട്. പുതിയ ക്യൂ ട്രാക്ക് ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനം പരീക്ഷാ ചുമതലയുള്ള അധ്യാപകർക്ക് നൽകിയിട്ടുണ്ട്. ഇനി ഹയർ സെക്കൻഡറി പ്രവേശനം മുതൽ പരീക്ഷയും പരീക്ഷാഫലവും ഉൾപ്പെടെയുള്ള മുഴുവൻ വിവരങ്ങളും പൂർണ്ണമായി ഡിജിറ്റലാക്കാനാണ് കൈറ്റ് ലക്ഷ്യമിടുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് വിതരണം, പുനർമൂല്യനിർണ്ണയം, പരിശോധന, അപേക്ഷകൾ, മറ്റ് പരീക്ഷാനന്തര സേവനങ്ങൾ എന്നിവയും ഏകോപിതമായ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ നടപ്പിലാക്കും. TCV ന്യൂസ്, മാള.
കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ രാജിവെച്ചു. CPM ധാരണ പ്രകാരമാണ് രാജി. മാർച്ച് 13-നാണ് ചെയർമാന്റെ കാലാവധി അവസാനിക്കുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുന്നതിന് മുൻപായി പുതിയ ഭരണസമിതി രൂപീകരിക്കാനാണ് ശ്രമം. AV ഗോപിനാഥ് പുതിയ ചെയർമാനാകുന്നത് സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന പാർട്ടി ഓഫീസ് ഉദ്ഘാടനത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗോപിനാഥും ചർച്ച നടത്തിയിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-മായി സഖ്യമുണ്ടാക്കി പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിൽ ഗോപിനാഥ് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. ഗോപിനാഥനെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഇറങ്ങുന്ന മുറയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. രാജിവെച്ച ഡോക്ടർ വി കെ വിജയന് ജീവനക്കാർ യാത്രയയപ്പ് നൽകി. തൃശൂർ കോർപ്പറേഷന്റെ ടോക്ക് ടു മേയർ അദാലത്ത് ടൗൺ ഹാളിൽ നടന്നു. നഗരസഭയുടെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികളിൽ അതിവേഗം പരിഹാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് അധ്യക്ഷനായി. ഫുട്ബോൾ താരം IM വിജയൻ വികസന പദ്ധതികളുടെ ലോഗോ പ്രകാശനം ചെയ്തു. അദാലത്തിൽ ആദ്യമായി കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ പ്രശ്നങ്ങൾ IM വിജയൻ ഉന്നയിച്ചു. തനിക്ക് പത്മശ്രീ പോലും നേടിക്കൊടുത്ത സ്റ്റേഡിയം കുട്ടികൾക്ക് കളിക്കാനായി വിട്ടുകൊടുക്കണമെന്ന് അദാലത്തിൽ IM വിജയൻ പറഞ്ഞു. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് മേയർ അറിയിച്ചു. സ്റ്റേഡിയത്തിൽ കായിക പ്രേമികളുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി യാതൊരു വിധത്തിലുള്ള കരാറുകൾക്കും കോർപ്പറേഷൻ കൂട്ടുനിൽക്കില്ലെന്ന് ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് പറഞ്ഞു. 250ഓളം പരാതികൾ അദാലത്തിൽ പരിഗണിച്ചു. കൌൺസിലർമാരായ ഷീന ചന്ദ്രൻ, ജേക്കബ് പുലിക്കോട്ടിൽ, കരോളി ജോഷ്വ, സുബി ബാബു, വില്ലി ജിജോ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു പത്മശ്രീ വരെ എത്തിയത് ആ സ്റ്റേഡിയത്തിൽ നിന്ന് കളിച്ചിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ പിള്ളേർ 2-3 ക്യാമ്പ് നല്ല ക്യാമ്പ് അടക്കുന്ന കുറേ പിള്ളേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തുറന്നു കൊടുത്താൽ പിന്നെ നല്ല നല്ല ടൂർ. പിന്നെ ഞാനും ഈ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ടെക്നിക്കൽ ചെയർമാനാണ്. പക്ഷേ എനിക്ക് ഈ കൊല്ലം ചിലപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്, സന്തോഷ് ട്രോഫി ഈ കൊല്ലം നമ്മുടെ തൃശ്ശൂർ നടത്താൻ ഉള്ള പെർമിഷൻ കിട്ടിയാൽ എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റും. കാരണം എനിക്ക് അവരോട് ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറൽ ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ മുൻകാല DA കുടിശ്ശിക ഗഡുക്കളായി അടുത്ത വർഷം കൊടുക്കുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. ഇതിനുള്ള ഉത്തരവിൽ ഒപ്പുവച്ചുവെന്നും ധനമന്ത്രി അറിയിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സബ് ട്രഷറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PS ഇന്ദു എന്നിവർ സംസാരിച്ചു. ലക്ഷ്മി വിശ്വംഭരൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി, മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ PS ഇന്ദു, ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ K കൃഷ്ണൻ, ട്രഷറി ഓഫീസർ, ഈ ട്രഷറിയുടെ പ്രധാനപ്പെട്ട ഗുണഭോക്താക്കൾ, ഫാമിലി പെൻഷനർ. വെരിക്കോസ് വെയിൻ രോഗത്തിന് മരുന്നില്ലാത്ത ചികിത്സ തേടിയ ഗൃഹനാഥന് കാൽ നഷ്ടപ്പെട്ടു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റുള്ള ചികിത്സാ കേന്ദ്രത്തിനെതിരെ പോലീസ് കേസെടുത്തു. കോണത്തുകുന്ന് സ്വദേശി കിഴക്കേ പാലക്കാത്ത് വീട്ടിൽ 54 വയസ്സുള്ള രാമദാസിനാണ്
ചികിത്സാ പിഴവിനെ തുടർന്ന് ഇടതുകാൽ മുട്ടിനു മുകളിൽ വെച്ച് മുറിച്ചു മാറ്റേണ്ടി വന്നത്. റേഷൻ കട നടത്തിപ്പുകാരനായ രാംദാസ് വെരിക്കോസ് വെയിൻ രോഗത്തിന് പുല്ലൂറ്റ് കോഴിക്കടയിൽ പ്രവർത്തിക്കുന്ന ആയുഷ്മാൻ വെൽനസ് ആൻഡ് ഫിറ്റ്നസ് സെന്റർ എന്ന സ്ഥാപനത്തിൽ 2025 ജൂലൈ 28 മുതലാണ് ചികിത്സ തേടിയത്. ചികിത്സ തുടങ്ങി വൈകാതെ ഇടതുകാലിൽ പഴുപ്പും നീരും അനുഭവപ്പെട്ടുവെങ്കിലും 2 മാസത്തോളം ചികിത്സ തുടർന്നു. പിന്നീട് രോഗാവസ്ഥ ഗുരുതരമായതിനെ തുടർന്ന് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ച് ഇടതുകാൽ മുറിച്ചു മാറ്റുകയായിരുന്നു. വെരിക്കോസ് നല്ല ചികിത്സയുണ്ട്. ഈ കോണത്തൂന്നില് അതിന്റെ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് കൊണ്ടുപോയി. MD ഹോളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞ രീതിയിൽ ഞാൻ അവിടെ പോയി 2-3 ദിവസം ചെയ്തപ്പോഴേക്കും കാലിന്റെ തള്ളവിരലിന്റെ തൊട്ടിപ്പുറത്തുള്ള വിരൽ കറുത്തു തുടങ്ങി. കറുത്ത് തൊലിയൊക്കെ പോയി തുടങ്ങി. അപ്പോൾ അവിടുത്തെ മെയിൻ ആളെ വിളിച്ച്, ഈ താരാനാഥ് എന്ന് പറഞ്ഞ ആളാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത്. അത് കോഴിക്കടയിലാണ് അതിന്റെ ഇതുള്ളത്, മെയിൻ ആളുടെ സ്ഥാപനം. അപ്പോൾ അവിടെ ചെന്ന് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്ന് അങ്ങനെ എല്ലാ മെഷീനും ഉണ്ട് അവിടെ. നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുന്നു പറഞ്ഞിട്ട് ആൾ കൊണ്ടുപോയത്. ഇത് കഴിഞ്ഞാൽ ആൾ അവിടെ നിന്ന് ചെന്ന് നമ്മളെ കാല് ചെറുതായിട്ടൊന്ന് കീറി അതിനുള്ളിൽ നിന്ന് അശുദ്ധ രക്തം കളയാണ്, ബ്ലഡ് ഓട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞു. അതിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു വെച്ചാൽ, നിങ്ങളുടെ കാല് ഡോക്ടറെ കാണിക്കാൻ വെച്ചാൽ അത് ചെറുവിരൽ ഇങ്ങനെ ഈ വിരൽ കട്ട് ചെയ്യേണ്ടി വരും, അവരപ്പം തന്നെ കട്ട് ചെയ്യുക, അങ്ങനെ പേടിപ്പിച്ച് നമ്മളെ ഇതാക്കിയതാണ്. പക്ഷേ എൻ്റെ കഷ്ടകാലം നേരത്ത് ഇതെന്താ വെച്ചാൽ ആ ചെറുവിരൽ ആ ഒരു വിരൽ കൂടുതലായിരുന്നു. അപ്പൊ കാല് ഈ അവസ്ഥയാണ് എൻ്റെ, ഇതേ കണ്ടീഷനായി. ആളുകളെല്ലാം ചെയ്യുക, ഇയാള് കട്ട് ചെയ്ത് ആ ഉള്ളിലത്തെ ഇതൊക്കെ കാട്ടിക്കളയും. അപ്പൊ ഇതുപോലെ അങ്ങനെ സ്മെല്ല് വന്നപ്പോ ഞാൻ പറഞ്ഞപ്പോ ആള് പറഞ്ഞത് എന്താ വെച്ചാൽ, ഇത് പഴുപ്പല്ല കൊഴുപ്പാണ് പോണേ, പഴുപ്പല്ല, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളിത് എന്തായാലും മാറും, ഡോക്ടറെ പോയി കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാണ് പറഞ്ഞത്. സംഭവവുമായി ബന്ധപ്പെട്ട് രാംദാസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാതി പോലീസിന് കൈമാറിയതിനെ തുടർന്നാണ് സ്ഥാപനത്തിനെതിരെ കേസെടുത്തത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തൃശൂർ തഹസിൽദാർക്കും അരണാട്ടുകര വില്ലേജ് ഓഫീസർക്കുമെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച് എൽത്തുരുത്ത് സെന്റ് മേരീസ് ഇടവക ഭൂമിയുടെ പൊസഷൻ സർട്ടിഫിക്കറ്റ് നിയമവിരുദ്ധമായി റദ്ദാക്കാൻ തൃശൂർ തഹസിൽദാർമാരായ T. ജയേഷിന് നിർദ്ദേശം നൽകിയെന്നും പൊസഷൻ സർട്ടിഫിക്കറ്റ് കെട്ടിട നിർമ്മാണ പെർമിറ്റിന് പരിഗണിക്കരുതെന്ന് തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് അരണാട്ടുകര വില്ലേജ് ഓഫീസർ കത്ത് എഴുതിയെന്നുമാണ് ആരോപണം. ഇരുവരെയും സസ്പെൻഡ് ചെയ്ത് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ് ഇടവകയുടെ ആവശ്യം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇടവകയുടെ നേതൃത്വത്തിൽ തൃശൂർ താലൂക്ക് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ ജോയ് കുത്തൂർ അധ്യക്ഷത വഹിച്ചു. അതിരൂപത കുടുംബ കൂട്ടായ്മ തൃശൂർ ഫൊറോന കേന്ദ്ര സമിതി കൺവീനർ അഡ്വക്കേറ്റ് ജോസഫ് D. മേനാച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. ട്രസ്റ്റിമാരായ CT ടോമി, BI ജസ്റ്റിൻ എന്നിവരും സംസാരിച്ചു. ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലോകായുക്ത, മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, ജില്ലാ കളക്ടർ, വിജിലൻസ് കോടതി എന്നിവരെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് ഇടവക. തങ്ങൾക്ക് നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന് ഇടവക വികാരി അറിയിച്ചു. കാട്ടൂരിൽ ബേക്കറി ജീവനക്കാരിയെ യുവാവ് കുത്തിപ്പരിക്കേൽപ്പിച്ചു. പോംപെ സെന്റ് മേരീസ് സ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന ബേക്കറിയിലെ ജീവനക്കാരി നെടുമ്പുര സ്വദേശിനി സിന്ധുവിനാണ് കുത്തേറ്റത്. കൈക്ക് പരിക്കേറ്റ യുവതിയെ കരാഞ്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. സംഭവവുമായി ബന്ധപ്പെട്ട് കാട്ടൂർ തേക്കുമൂല സ്വദേശി ജിതിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയുടെ 3ാം നിലയിലെ സൺഷെയ്ഡിൽ കുടുങ്ങിയ ആളെ രക്ഷപ്പെടുത്തി. സൈക്യാട്രി വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന വ്യക്തിയാണ് ആശുപത്രി ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് 3ാം നിലയിലെ സൺഷെയ്ഡിൽ ഇറങ്ങിയത്. അബോധാവസ്ഥയിലായ ഇയാളെ അഗ്നിരക്ഷാസേന എത്തിയാണ് സുരക്ഷിതമായി താഴെ ഇറക്കിയത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ K. ശിവദാസൻ, VV ജിമോത്ത്, CG ആദർശ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുടയിൽ കുചേലന്റെ വേഷത്തിൽ ഇരുന്നൊരു വ്യത്യസ്തമായ നോമ്പുതുറ മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ചയായി മാറി. ഇരിങ്ങാലക്കുട ടൗൺ ഹാളിലാണ് ഈ കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങിയത്. ആർട്ടിസ്റ്റ് മോഹൻദാസിന് യുവകലാ സാഹിതി ഒരുക്കിയ ആദരമായിരുന്നു ടൗൺ ഹാളിൽ നടന്നത്. ഈ പരിപാടിയുടെ ഭാഗമായി നടന്ന കുചേലവൃത്തം കഥകളി അവതരണത്തിലെ കുചേലനായി അരങ്ങേറ്റം കുറിച്ചത് യുവകലാസാഹിതി ജോയിന്റ് സെക്രട്ടറി കൂടിയായ റഷീദ് കാറളമായിരുന്നു. നോമ്പെടുത്ത് തന്നെയാണ് റഷീദ് കഥകളിക്ക് കുചേലവേഷം അണിഞ്ഞത്. നോമ്പു തുറക്കുന്ന സമയമായപ്പോൾ പിന്നെ ആ വേഷത്തിൽ തന്നെ കുടുംബാംഗങ്ങൾക്കൊപ്പം നോമ്പു തുറക്കുകയായിരുന്നു.
കഥകളി അഭ്യസിക്കണമെന്ന ഏറെ നാളത്തെ ആഗ്രഹ സഫലീകരണത്തിന് കൂടിയാണ് റഷീദ് കാറളം ഫലപ്രാപ്തി കണ്ടെത്തിയത്. പൊതുപ്രവർത്തന രംഗത്തും സാഹിത്യരംഗത്തും നിറസാന്നിധ്യം കൂടിയാണ് റഷീദ്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. മിനിമം വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന സമരം തുടരും. പണിമുടക്കിയ നഴ്സുമാർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. തിങ്കളാഴ്ചയ്ക്കകം ഉത്തരവ് ഇറക്കിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് UNA നേതൃത്വം അറിയിച്ചു. മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കണമെന്ന ആവശ്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് UNA സംസ്ഥാന വ്യാപകമായി പണിമുടക്കിയത്. അടിസ്ഥാന ശമ്പളം 40,000 രൂപ ആക്കണമെന്നാണ് ആവശ്യം. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. തൃശൂർ കണിമംഗലത്ത് സ്പാ നടത്തുന്ന നടത്തിപ്പുകാരിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി മൊബൈൽ ഫോണുകളും പണവും സ്വർണവുമായി കടന്നുകളഞ്ഞ മുൻ ജീവനക്കാരി ഉൾപ്പെടെ 8 അംഗ സംഘത്തെ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. സ്പായിലെ മുൻ ജീവനക്കാരി ഉൾപ്പെടെ കോയമ്പത്തൂർ, ബാംഗ്ലൂർ സ്വദേശികളായ 5 വനിതകളും 3 പുരുഷന്മാരുമാണ് പിടിയിലായത്. സ്പായിലെ മുൻ ജീവനക്കാരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയ ഫോണുകളുമായാണ് സംഘം കടന്നുകളഞ്ഞത്. 5 മൊബൈൽ ഫോണുകളും 40,000 രൂപയും സ്വർണവും നഷ്ടപ്പെട്ടതായി നടത്തിപ്പുകാരി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് 1 മണിക്കൂറിനുള്ളിൽ തന്നെ പട്ടിക്കാട് നിന്ന് സംഘമെത്തിയ വാഹനം പോലീസ് പിടികൂടി. സ്പായുടെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടന്നതായാണ് സൂചന. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷിച്ചു വരുന്നതായി സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ദേശ്മുഖ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്നലെ രാത്രി നെടുപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ CRB പാർട്ടി പെട്രോളിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി. ഒരു വീടിൻ്റെ അവിടെ കുറച്ച് ഒച്ച കഴിച്ചിട്ട് അവിടെ എന്തെങ്കിലും ഇഷ്യൂ ആണ്, അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയത്. നമ്മുടെ പാർട്ടി അവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ഒരു സ്ത്രീ പറഞ്ഞു അവിടെ വീട്ടിൽ ഒരു 5-8 പേര് വന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണും ബാക്കി എല്ലാ കാര്യങ്ങളും മോഷ്ടിച്ച് അവരുടെ പീഡിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇൻഫോർമേഷൻ്റെ പ്രകാരം നമ്മുടെ നൈറ്റ് ഡ്യൂട്ടി ഓഫീസർ ACP തൃശ്ശൂർ ശശിധരൻ അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഇത് ഇൻഫോർമേഷൻ കിട്ടിയിട്ട് എല്ലാ CRB വെഹിക്കിൾസും നൈറ്റ് പെട്രോളിംഗ് ഉള്ള സ്റ്റേഷൻ വെഹിക്കിൾ അറിയിച്ചിട്ട് വി ഹാവ് പ്ലാൻ നാക്കബന്ദി അറ്റ് ദ തൃശ്ശൂർ. നമുക്ക് നേരത്തെ പ്ലാൻ പറഞ്ഞ പ്രകാരം വി ഹാവ് ഡിഡ് ദ നാക്കബന്ദി അറ്റ് ദ തൃശ്ശൂർ. പിന്നെ ആ സമയത്ത് നമുക്ക് വെഹിക്കിൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പട്ടിക്കാട് ഏരിയയിൽ ഒരു ബ്ലാക്ക് കളർ കർണാടക രജിസ്ട്രേഷൻ ഇൻഡിക്ക കാറും ഒരു ബുള്ളറ്റിൽ നമ്മൾ പറഞ്ഞ ഡിസ്ക്രിപ്ഷനുള്ള ആൾക്കാരൊക്കെ നമുക്ക് കിട്ടി. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ ഇവിടുത്തെ നമുക്ക് തൃശ്ശൂർ സ്വദേശിയായ ഒരു വിക്ടിം, പിന്നെ ഈ ബാംഗ്ലൂർ സ്വദേശിയായ ഒരു ലേഡി, അവിടെ 2 പേരുടെ തമ്മിൽ ഒരു സ്പാ ബന്ധപ്പെട്ട് ഏർപ്പാടായിരുന്നു. അതിൻ്റെ ബിസിനസ് തർക്കും അത് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഈ ബാംഗ്ലൂരിൽ നിന്നും 8 പേര് ഒരു കാറും ഒരു ബൈക്കിൽ വന്നിട്ട് they have tried to snatch the mobile phone. They have also took the gold jewelry from the victim. Then few 40,000 rupees were transferred via Google Pay to the account of this accused. Based on this information we acted, and within 1 hour of this incident our team led by ACP Shashidharan, Inspector. മദ്യശാലകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ച സർക്കാർ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് KCBC മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷന് മുൻപിൽ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. അതിരൂപത മദ്യവിരുദ്ധ സമിതി പ്രസിഡന്റ് CP ഡേവിസ് അധ്യക്ഷത വഹിച്ചു. EA ജോസഫ്, രാജു പാറപ്പുറം, സിജോ ഇഞ്ചോടിക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു.
അതിന് പറയുന്ന കൗതുക അനഭിമതരായിട്ട് തീരുന്ന അവരുടെ പനയോട്ടി എടുത്ത് ആഘോഷാണത്രേ പാർട്ടി നേതാക്കന്മാരൊക്കെ റഷ്യയില് വോട്ടാണെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ 6ാം വിളക്ക് ദിനമായ വ്യാഴാഴ്ച മുതൽ ഗുരുവായൂരപ്പൻ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കാഴ്ച ശീവേലിക്ക് സ്വർണ്ണക്കോലം ആനപ്പുറത്ത് എഴുന്നള്ളിക്കും. ഉത്സവം കഴിയുന്നതുവരെ പകൽ കാഴ്ച ശീവേലിക്കും പള്ളിവേട്ട, ആറാട്ട് ദിവസങ്ങളിലെ ഗ്രാമപ്രദക്ഷിണം എന്നിവയ്ക്കും സ്വർണ്ണക്കോലമായിരിക്കും. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് സ്വർണം. ഉത്സവ സമയത്ത് കണ്ണന്റെ സർവ്വവും സ്വർണമയമാണ്. സ്വർണ്ണധ്വജത്തിൽ കൊടിയേറിയാൽ ഗുരുവായൂരപ്പന്റെ നിവേദ്യപാത്രങ്ങളടക്കം സർവ്വദിനം കനകപ്രഭയായിരിക്കും. കൊടിയേറ്റ ദിവസം മുതൽ ആറാട്ടുവരെയുള്ള 10 ദിവസത്തെ മാത്രം പ്രത്യേകതയാണ് ഈ സ്വർണ്ണമയം. സ്വർണ്ണ ഉരുളിയിലാണ് ഭഗവാന് ഉച്ചപൂജയുടെ നിവേദ്യം. സ്വർണ്ണക്കുടത്തിലെ പായസവും സ്വർണ്ണക്കിണ്ണത്തിലെ ഉറത്തൈരുമാണ് ഭഗവാന്റെ ഉച്ചയൂണ്. ഉത്സവത്തിന്റെ 2ാം ദിവസം മുതൽ രാവിലെയും രാത്രിയിലും സ്വർണ്ണ പഴുക്കാമണ്ഡപത്തിലാണ് ഭഗവാൻ ദർശനം നൽകുക. 6ാം വിളക്ക് മുതൽ സ്വർണ്ണക്കോലത്തിലാണ് എഴുന്നള്ളത്ത്. ശ്രീഭൂതബലിയുടെ ഹവിസ് പാലികയും കൈവട്ടകയും സ്വർണത്തിൽ തന്നെയാണ്. ആറാട്ടുകടവിലെ മഞ്ഞൾ പൊടിയഭിഷേകം സ്വർണ്ണ സിംഹാസനത്തിലായിരിക്കും. ഉത്സവകാലത്ത് ശീവേലി എഴുന്നള്ളിപ്പുകൾക്ക് സ്വർണ്ണവർണ്ണ നെറ്റിപ്പട്ടങ്ങൾ നിർബന്ധമാണ്. എന്നാൽ ശ്രീഭൂതബലി എഴുന്നള്ളിപ്പിനും ആറാട്ട് പള്ളിവേട്ട സമയങ്ങളിലെ ഓട്ടപ്രദക്ഷിണങ്ങൾക്കും വെള്ളി നെറ്റിപ്പട്ടങ്ങളാണ് ആനകൾക്ക് കെട്ടുക. പള്ളിവേട്ട കഴിഞ്ഞുള്ള ഭഗവാന്റെ പള്ളി ഉറക്കം വെള്ളിക്കട്ടിലിലാണ്. TCV ന്യൂസ്, ഗുരുവായൂർ. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ ഗുണനിലവാര പരിശോധനാ കേന്ദ്രം തൃശൂർ കാരിക്കത്ത് ലൈനിൽ പ്രവർത്തനം ആരംഭിച്ചു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ സൊസൈറ്റി പ്രസിഡന്റ് M. ലക്ഷ്മി നാരായണൻ അധ്യക്ഷത വഹിച്ചു. CP വർഗീസ്, ജയപ്രകാശ്, ഹരിദാസ് എന്നിവർ സംസാരിച്ചു. റംസാൻ വ്രതകാലം പകുതി പിന്നിടുമ്പോൾ പഴം വിപണിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഇനമായി തണ്ണിമത്തൻ മാറുന്നു. നോമ്പ് തുറന്നാലുടൻ ശരീരത്തിനാവശ്യമായ ജലാംശം പെട്ടെന്ന് തിരിച്ചു നൽകാൻ തണ്ണിമത്തന് കഴിയുമെന്നതാണ് ഇതിനെ പ്രിയങ്കരമാക്കുന്നത്. പകൽ ചൂടിൽ നീണ്ടു നിൽക്കുന്ന ദാഹത്തിന് ശേഷം ആശ്വാസമേകാൻ പഴമായി കഴിക്കുന്നതിനപ്പുറം വൈവിധ്യമാർന്ന വിഭവങ്ങളും തണ്ണിമത്തൻ കൊണ്ടുണ്ടാക്കുന്നുണ്ട്. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും കേരളത്തിലേക്ക് തണ്ണിമത്തൻ എത്തുന്നത്. സാധാരണ നാടൻ തണ്ണിമത്തനോടൊപ്പം ഇപ്പോൾ കുരുവില്ലാത്ത ഇനങ്ങളും മഞ്ഞത്തണ്ണിമത്തനും കിരൺ തണ്ണിമത്തനും വിപണിയിൽ സജീവമാണ്. റംസാൻ സീസണിൽ കഴിഞ്ഞ തവണ ഉണ്ടായ കച്ചവടം ഇത്തവണ ഉണ്ടായില്ലെന്ന് ചാവക്കാട് മേഖലയിൽ 40 വർഷത്തോളമായി തണ്ണിമത്തൻ കച്ചവടം ചെയ്യുന്ന IK ഹൈദരലി പറയുന്നു. ഇപ്രാവശ്യം എല്ലാ വർഷത്തെ പോലെ കച്ചവടം കാര്യമായി നടക്കുന്നില്ല. ഒന്നാമതായത് സാമ്പത്തിക മാന്ദ്യം ഉണ്ടെന്ന് തോന്നുന്നു. രണ്ടാമത് ചരക്ക് കൃഷി വളരെ കുറവാണ്. ഇപ്രാവശ്യം ചരക്ക് വളരെ വില കൂടുതലാണ്. അങ്ങനെ പ്രശ്നമുണ്ട്. കേരളത്തിലിപ്പോ വളരെ നല്ല രീതിയിൽ പല ആളുകളും ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നല്ല വിജയകരമായ രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ കേരളത്തില് ഈ കൃഷി കുറച്ചുകൂടി നല്ല രീതിയിൽ നടത്താൻ ആളുകൾ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് നല്ല സാധനം, കാര്യമായ രാസവളങ്ങൾ ഉപയോഗിക്കാത്ത സാധനം നമുക്ക് കേരളത്തിൽ തന്നെ ഉത്പാദിപ്പിച്ചെടുക്കാൻ കഴിയും. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ കൃഷി കുറഞ്ഞതിനാൽ വില കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടിയിട്ടുണ്ട്. ആവശ്യത്തിന് കിട്ടാത്ത അവസ്ഥയുമുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. പ്രാദേശികമായ നിരവധി സ്ഥലങ്ങളിൽ തണ്ണിമത്തൻ കൃഷി വിജയകരമായ രീതിയിൽ ചെയ്യുന്നുണ്ട്. നാടൻ തണ്ണിമത്തന് വിപണിയിൽ വലിയ ഡിമാൻഡാണ്. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ തണ്ണിമത്തൻ വിപണി ഇനിയും സജീവമാകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. TCV ചാവക്കാട്. ഇവന്റ്സ് വർക്കേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാതല മെമ്പർഷിപ്പ് വിതരണ ക്യാമ്പയിനിന് തുടക്കം. ഇവന്റ് മേഖലയിലെ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായി അംഗമാവുക എന്ന മുദ്രാവാക്യം ഉയർത്തി നടക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം തൃശൂർ തെക്കേ ഗോപുര നടയിൽ CITU സംസ്ഥാന കമ്മിറ്റി അംഗം MR രാജൻ നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് PG സുബിദാസ് അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി T സുധാകരൻ, ഇവന്റ്സ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി AU ഷെഫീദ്, ട്രഷറർ TM റോയ്, മനോജ് ബേബി, സുധന്യ സുനിൽ, KG സുഖ്ദേവ് എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ ക്ഷേത്ര പാരമ്പര്യാവകാശ കൂട്ടായ്മ ഏർപ്പെടുത്തിയ ശ്രീരാമസേവ പുരസ്കാരം നാളിശ്ശേരി പട്ടത്ത് NP രാമൻകുട്ടി മാസ്റ്റർക്ക് സമ്മാനിക്കുന്നു. 10,001 രൂപയും പൊന്നാടയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം.
1980 മുതൽ കഴക ചുമതല വഹിക്കുന്ന രാമൻകുട്ടി മാസ്റ്ററാണ് തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാടിനും ഉത്രം വിളക്കിനും തേവരെ മുഖമണ്ഡപത്തിലേക്ക് വരവേൽക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്താറുള്ളത്. ഈ മാസം 21-ന് തൃപ്രയാറിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. ഫ്ലോർ മില്ലുകൾ താരതമ്യേന മലിനീകരണം കുറഞ്ഞ ഗ്രീൻ കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നതെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു. ചാവക്കാട് തൊഴിയൂരിൽ പ്രവർത്തിക്കുന്ന ഫ്ലോർ മില്ലിനെതിരെ സമർപ്പിച്ച പരാതിയിൽ കമ്മീഷൻ അംഗം വി ഗീതയുടെ നിർദ്ദേശാനുസരണമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇത്തരം യൂണിറ്റുകൾ ഏറ്റവും അടുത്ത വീട്ടിൽ നിന്നും പാലിക്കേണ്ട ദൂരപരിധി 3 മീറ്ററാണെന്നും ബോർഡിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞു. തൃശൂരിൽ കമ്മീഷൻ നടത്തിയ സിറ്റിംഗിൽ പരാതിക്കാരൻ ഹാജരാകാത്ത സാഹചര്യത്തിൽ കേസ് തീർപ്പാക്കപ്പെട്ടു. മേലൂർ പിണ്ടാണിയിൽ എക്സൈസ് സംഘം 800 ലിറ്റർ വാഷ് കണ്ടെത്തി നശിപ്പിച്ചു. വിന്റേജ് ഫാമിനോട് ചേർന്നുള്ള കാട് പിടിച്ചു കിടക്കുന്ന കുളക്കരയിൽ 2 ഡ്രമ്മുകളിലായി കുഴിച്ചിട്ട നിലയിലാണ് വാഷ് സൂക്ഷിച്ചിരുന്നത്. 20 ഏക്കറോളം വരുന്ന വിന്റേജ് ഫാമിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള കാപ്പ കേസിലെ പ്രതികൾ ഒളിച്ചു താമസിക്കുന്നതായി എക്സൈസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇവരാണ് ചാരായ നിർമ്മാണത്തിന് ശ്രമിച്ചതെന്നും പ്രതികളെ ഉടൻ അറസ്റ്റുണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 15,080 രൂപ, പവന് 1,20,640 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ക്രൈസ്തവ സമുദായത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് അവഗണിക്കുന്നതിനെതിരെ തൃശൂർ അതിരൂപത രംഗത്ത്. സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താത്ത പക്ഷം ബദൽ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അതിരൂപത ജാഗ്രതാ സമിതി. SSLC +1 പരീക്ഷകൾ വ്യാഴാഴ്ച തുടങ്ങും. ജില്ലയിൽ SSLC പരീക്ഷ എഴുതുന്നത് 35,083 പേർ. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ രാജിവെച്ചു. AV ഗോപിനാഥ് ദേവസ്വം ചെയർമാനായേക്കും. തൃശൂർ കോർപ്പറേഷൻ സംഘടിപ്പിച്ച അദാലത്തിൽ ആദ്യ പരാതിയുമായി ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ. തനിക്ക് പത്മശ്രീ പോലും നേടിത്തന്ന കോർപ്പറേഷൻ സ്റ്റേഡിയം കുട്ടികൾക്ക് കളിക്കാനായി വിട്ടുകൊടുക്കണമെന്ന് IM വിജയൻ. സർക്കാർ ജീവനക്കാർക്ക് മുൻകാല DA കുടിശ്ശിക ഗഡുക്കളായി അടുത്ത വർഷം കൊടുത്തു തീർക്കുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. ഇത് സംബന്ധിച്ച ഉത്തരവിൽ ഒപ്പുവെച്ചുവെന്നും മന്ത്രി. വെരിക്കോസ് വെയിൻ രോഗത്തിന് ചികിത്സ തേടിയ ഗൃഹനാഥന് കാൽ നഷ്ടപ്പെട്ടു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റുള്ള ചികിത്സാ കേന്ദ്രത്തിനെതിരെ പോലീസ് കേസെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.